ഇത് കണ്ടോ, ഇതെന്താന്ന് മനസ്സിലായോ? ഇതാ കണ്ടോ, ഇത് കായ്ച്ചയാണേ. കണ്ടോ കായ്ച്ച. അങ്ങനെ പോട്ടിനകത്ത് കെണി വെച്ചതാണ്. അതിൻ്റെ മുകളിൽ തന്നെ വക്കത്തൊക്കെ കുറേ ഇരിക്കുന്നുണ്ടോ. പിന്നെ അതാ അതിനകത്ത് വീണ് കിടപ്പുണ്ട് കുറേയൊക്കെ. കണ്ടോ, ഞാൻ തുളസിക്കണി വെച്ചതാണേ. തുളസിയില ഞെരടി ഞാൻ ഇതിനകത്തിട്ട് പോട്ടിനകത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ ആണെങ്കിൽ ഞാൻ ഈ കഫ് സിറപ്പ് ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. എൻ്റെ മകള് പനി വന്നപ്പോഴും മറ്റോ മേടിച്ചതായിരിക്കും, ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അത് കുടിക്കുന്നില്ല, അതിവിടെ ഇരിക്കുന്നു. അതും എടുത്ത് ഞാൻ ഒഴിച്ചു. അപ്പം ചത്ത് വയ്ക്കോളുമല്ലോ. ഇതാ കുറേയെല്ലാം ചത്ത് കിടപ്പുണ്ട്, കുറേ ഇങ്ങനെ കിടന്നുകൊണ്ട്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തുളസിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം വന്ന് തുളസിയെ വന്നിരിക്കും. ഞാനിവിടെ പടവലമൊക്കെ പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നേ. കുറേ വിളവെടുത്തു. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അതെല്ലാം കായ്ച്ച കുത്തി കളഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം തൊട്ട് ഓർക്കുക ഈ കായ്ച്ച ഒന്ന് ശരിപ്പെടുത്തണമെന്ന്. അപ്പോൾ അവർക്ക് ഞാൻ മരുന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തിയേക്കുക. കണ്ടോ, അടിപൊളി അല്ലേ? ഇത് നമ്മുടെ തായ്ലൻഡ് ചാമ്പയാണേ. ഞാൻ ശരിക്കും ഇതിന് ഫെർട്ടിലൈസറൊന്നും കൊടുത്തില്ലായിരുന്നു, കവറിനകത്തിരിക്കുമായിരുന്നു. പക്ഷേ അത് കായ്ച്ചു. ഇതേ കണ്ടോ, അതിനകത്ത് കാ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ നല്ലതുപോലെ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് പോട്ടിനകത്താക്കി. ഡോളമൈറ്റൊക്കെ ഇട്ടിരിക്കുക. അയ്യോ മഴ, തുണിയെല്ലാം മുറ്റത്ത് കിടക്കുക. ഞാൻ ഈ നല്ല വെയിൽ നിൽക്കുമോ, അതാ കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് മഴ. അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുക. നല്ല മഴക്കോളുണ്ട്, പെയ്യും. മഴക്കോളെന്ന് പറയാൻ വന്നത്, അപ്പം മഴക്കാറൊന്നും കൂടെ ആയി. അപ്പം നാക്കുളിക്ക് ക്ഷമിക്കണം കേട്ടോ. തൊണ്ടൊക്കെ വെളിയിൽ കിടക്കുന്നു, എല്ലാം പെറുക്കണം. കുറേ സാധനങ്ങളെല്ലാം മുറ്റത്ത് കിടപ്പുണ്ട്, അതൊക്കെ ഇനി ഒതുക്കണം ഞാൻ. ഇന്നലെ ആണെങ്കിൽ ഞാൻ കടയിൽ പോയപ്പോൾ കുറച്ച് തൊണ്ടൊക്കെ കടക്കാരും ഒന്ന് വിട്ടത് ഇവിടെ പുകയ്ക്കാൻ വേണ്ടി. കൊതുക് ശല്യം ഭയങ്കരമാണ്. ഇത് കണ്ടോ നമ്മുടെ മഴ കുറഞ്ഞു, എന്നാലും നല്ല മഴ വരുന്നുണ്ട്. ബ്രസീലിയൻ മൾബറിയാണേ. അതൊക്കെ ഞാൻ പോട്ടിനകത്ത് വെച്ചിരിക്കുക. പിന്നെ പേരയൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുക. ഇത് വെരിഗേറ്റഡ് പേരയാണ്. ഇത് ക്യാമറ ഫോണിലൊക്കെ വെള്ളം വീണിരിക്കുന്നു മഴ പെയ്യുന്നതുകൊണ്ട്. ഇവിടെ പീനട്ട് ബട്ടറൊക്കെ കായ്ച്ച് കിടക്കുക. നിറച്ച് പൂക്കൾ വന്നുകൊണ്ടിരിക്കുക. മഴ സമ്മതിക്കത്തില്ല. പോവാണേ. എനിക്ക് കുറേ പണിയുണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അത് ചെയ്യാൻ മഴ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവർക്ക് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ കുറേ പ്രൂൺ ചെയ്ത് കുറേ താഴെ നിന്ന കൊമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞ്. മഴയല്ലേ, പെട്ടെന്ന് ആർത്ത് കയറി വരുമല്ലോ. ഇതൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുക. പേര ഇതൊന്ന് 2 പേരയ്ക്ക കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അരിയും കുറവായിരുന്നു. ഞാനിത് എയർലെയർ ചെയ്ത കമ്പായിരുന്നു. ഇനിയിപ്പം ചട്ടിക്കകത്തോട്ടാക്കി. ഇത് നമ്മുടെ കംബോഡിയൻ പ്ലാവാണ്. ഇത് വിയറ്റ്നാം സൂപ്പർ എർലിയാക്ക്. ഇത് പുലാസാനാണ്. മഴ സമ്മതിക്കുന്നില്ല.